സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന വേളയിൽ പാട്ടുപാടി അതിന് പിന്നാലെ നമ്മളോട് പണം യാചിച്ച് ആ വിധത്തിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആണും പെണ്ണും കുട്ടികളും ഒക്കെയായി. അവർ ഏത് ഭാഷയിലെ പാട്ടാണ് പാടുന്നതെന്നോ, ഏതു നായകൻ്റെ പാട്ടാണ് പാടുന്നതെന്നോ, ഏത് ഗായകൻ്റെ ഗായികയുടെ പാട്ടാണ് പാടുന്നതെന്നോ ഒന്നും നമ്മൾ സാധാരണ അന്വേഷിക്കാറില്ല. സംഘികളുടെ വന്ദേ ഭാരതിലെ ഗണഗീതത്തെയും ആ ഗണത്തിൽ കൂട്ടിയാൽ മതി. കേരളത്തിൽ വോട്ട് യാചിക്കുന്നതിന് വേണ്ടി അവർ ഒരു പാട്ട് കലാപരിപാടി അവതരിപ്പിച്ചു. അത് കുറേ കുട്ടികളെ കൊണ്ടാണ് എന്നു മാത്രം. ഇതാദ്യമായല്ല വന്ദേ ഭാരതിനകത്ത് ഇവർ ഗണഗീതം പാടുന്നത്. നേരത്തെ വന്ദേ ഭാരത് കേരളത്തിൽ തുടങ്ങിയ വേളയിലും ഇതുപോലെ ഏതോ ബോഗിയിലിരുന്ന് കുറേ സംഘി കുഞ്ഞുങ്ങൾ ഗണഗീതം ആലപിച്ചിരുന്നു. അത് ചില സംഘി ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അന്നെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോഴതിന് ദക്ഷിണ റെയിൽവേ തന്നെ ഒരു പ്രചാരണം കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് വലിയ ചർച്ചയായി മാറുന്നത്. യഥാർത്ഥത്തിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമേയില്ല. പരമമണ്ടന്മാരായ കേരളത്തിലെ BJP-ക്കാരുടെ ആ മണ്ടത്തരം നിറഞ്ഞ തലയിലുദിച്ച ഒരു കാഞ്ഞ ബുദ്ധി മാത്രമാണത്. വന്ദേ ഭാരതിനകത്ത് ഗണഗീതം പാടിയതുകൊണ്ട് കേരളത്തിൽ BJP-ക്ക് വേരുറപ്പിക്കാമെന്ന് ഈ രാജീവ് ചന്ദ്രശേഖരനും കൂട്ടുകാർക്കുമൊക്കെ ആരാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് എന്നതാണ് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും മതേതരത്വ സ്വഭാവം നിലനിർത്തുന്ന കേരളം, ആ കേരളത്തിൽ RSSൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതം ചില വില്ലാളി വീരന്മാരൊക്കെ മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളൊക്കെ വന്ന് ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട്, ആ ഗണഗീതത്തിലെ ഒരു വരി മോശമായിട്ടുള്ളത് പറഞ്ഞു തരൂ എന്ന്. RSSൻ്റെ ശാഖയിൽ പാടുന്നതാണല്ലോ ആ പാട്ട്. അതിനകത്ത് ഈ മഹാന്മാർക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ? RSSൻ്റെ ശാഖയിൽ പാടുന്ന ഒന്നിനെ, RSSൻ്റെ ഗണഗീതമെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ ഇന്ത്യയുടെ റെയിൽവേ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു തീവണ്ടി സർവീസ് ആരംഭിക്കുമ്പോൾ അതിനകത്ത് അത് ആലപിക്കാൻ അനുവാദം കൊടുക്കുക, അതിനൊരു ഔദ്യോഗിക പരിവേഷം ചാർത്തി കൊടുക്കുക. യഥാർത്ഥത്തിൽ ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പോലും BJP ഒരു വലിയ നാടകം കളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാർ അതിശക്തമായി കഴിഞ്ഞ കുറേ കാലമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ് ഒരു അതിവേഗ തീവണ്ടി സർവീസ് എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ ഉണ്ടാകണമെന്നുള്ളത്. അതൊക്കെ ഏതാണ്ട് തത്വത്തിൽ റെയിൽവേ അംഗീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വരുന്നു, ഒരു ഓൺലൈൻ യോഗം വിളിക്കുന്നു, ചില BJP നേതാക്കന്മാരെയൊക്കെ അതിൽ പങ്കാളികളാക്കുന്നു, BJP-യുടെ ആവശ്യം പരിഗണിച്ച് ഞങ്ങളത് ചെയ്യുന്നു എന്ന മട്ടിൽ അതിനെ മാറ്റി തീർക്കുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സ്വർഗമാക്കി മാറ്റാമല്ലോ. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് BJP നേതാക്കളെ കാരണം ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ പോകുന്നു എന്ന് പറയാമല്ലോ. ഇല്ലെന്നേ, ഇതൊക്കെ ഇവിടുത്തെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം. എന്നിട്ട് നന്ദി മോദി എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കളിക്കും. ശരിക്കു പറഞ്ഞാൽ RSSൻ്റെ ഗണഗീതം കുറേ കുട്ടികളെ കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനകത്ത് പാടിപ്പിക്കുക, എന്നിട്ടത് എന്തോ മഹത്തായ സംഭവമാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുക എന്നത് BJP-ക്ക് പറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ അബദ്ധമാണ്. അത് BJP-ക്കാർ ഏറ്റുപിടിക്കാൻ ഇറങ്ങിയത് അവർക്കുള്ള വോട്ട് കൂടി കിട്ടാതിരിക്കാൻ കാരണമാകുമെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യമായ ബുദ്ധിയെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ മുസ്ലിം ഭവനങ്ങളിലും പോകും, എന്നിട്ട് അവരുടെ തെറ്റിദ്ധാരണ മാറ്റും. ഞങ്ങളെല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും പോകും, എന്നിട്ട് അവരുടെ തെറ്റിദ്ധാരണ മാറ്റും. ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കണമെന്ന് സർക്കുലർ അയച്ചിരിക്കുന്ന പാർട്ടി RSSൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാന്മാർ പറയുന്നത് പോലെ അതിനകത്ത് എന്തെങ്കിലും വർഗീയതയുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും മതേതരത്വ വിരുദ്ധതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ സ്ഥാപിക്കണമെന്നുള്ള നിലപാടുമായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന RSS പോലെയുള്ള ഒരു സംഘടനയുടെ ശാഖയിൽ പാടുന്ന പാട്ട് അതെന്തായാലും മതേതരത്വത്തിൻ്റെ വിളംബരമല്ല എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നവർ തിരിച്ചറിയുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് പിന്നെ RSSൻ്റെ ഗണഗീതം പാടിയിട്ട് അത് വിവാദമാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുണ്ട്. എന്തായാലും സദേൺ റെയിൽവേ ആദ്യം ആ വീഡിയോ അവരുടെ ഔദ്യോഗിക പേജിലൊക്കെ ഇട്ടതിന് ശേഷം ഫേസ്ബുക്കിൽ നിന്നൊക്കെ അത് പിൻവലിച്ചിരിക്കുന്നു. കേരളീയർ എന്തായാലും പ്രതികരണശേഷിയുള്ളവരായതുകൊണ്ട് അത്രയെങ്കിലും ചെയ്യിപ്പിക്കാനായി ഈ തലയ്ക്കകത്ത് ആൾ താമസമില്ലാത്ത കേരളത്തിലെ BJP-ക്കാരെ
ഇനി നമ്മൾ എത്ര പറഞ്ഞ് നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവില്ല, പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആ സവിശേഷ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ എന്നതുകൊണ്ടാണത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞ് അങ്കത്തട്ടിലിറങ്ങിയ കോൺഗ്രസിനെയും UDF-നെയും BJP മാത്രമല്ല ഭരിക്കുന്ന ഇടതുപക്ഷവും ഭയക്കണം. BJP-യിലേക്ക് ചോർന്നുപോയ കോൺഗ്രസ് വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ മുരളീധരൻ നേതൃത്വം നൽകുന്ന ശബരിനാഥനെ മുൻനിർത്തിയുള്ള ഈ പോരാട്ടത്തിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് BJP-യെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇടതുപക്ഷം സേഫാകുമോ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ ഇടതുപക്ഷവും സേഫാണ് എന്ന് പറയാവുന്ന സാഹചര്യമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളുമായി ഏറ്റുമുട്ടി ഇടതുപക്ഷം ഒന്നാമതെത്തിയ 11 വാർഡുകളിലെങ്കിലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അതിശക്തമായ പ്രതിരോധമുയർത്തുകയാണ്. ആ 11 സീറ്റുകളിൽ പലതും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇടതുപക്ഷം മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന SP ദീപക് മത്സരിക്കുന്ന പേട്ടയിൽ പോലും കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ജനപ്രിയനാണ്. അദ്ദേഹം അവിടുത്തെ മുൻ കൗൺസിലറാണ്. ഒരുപക്ഷെ ദീപകിനെ അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ളയാളാണ്. കാര്യങ്ങൾ ഒട്ടുമേ ഇടതുപക്ഷത്തിനും ഗുണകരമാകുന്നതല്ല. കോൺഗ്രസിൻ്റെ ആ 79 അംഗങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഇടം നന്ദൻകോട്, തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള ഇടമാണ്. പാളയം രാജൻ എന്ന കോൺഗ്രസ് എസിൻ്റെ നേതാവ് പാളയത്തും നന്ദൻകോട്ടുമായി സംവരണ വാർഡുകൾ മാറി വരുമ്പോൾ മാറിയും തിരിഞ്ഞും മത്സരിക്കുന്ന ഇടമാണ്. അദ്ദേഹം സാധാരണഗതിയിൽ ജയിച്ചു പോകുന്ന ഇടം. ആ നന്ദൻകോട് വാർഡിലാണ് ഇപ്പോൾ പാളയം രാജൻ മത്സരിക്കുന്നത്. അദ്ദേഹം നിലവിൽ പാളയത്തെ കൗൺസിലറാണ്. ആ നന്ദൻകോട് വാർഡിൽ കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി സാമുദായിക സമവാക്യങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുള്ള അംഗീകാരവുമൊക്കെ അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ക്ലീറ്റസിന് അനുകൂല ഘടകമായി മാറുന്നു. ഒരുപക്ഷെ പാളയം രാജൻ വീണുപോയേക്കാം എന്ന സ്ഥിതിവിശേഷം. പിന്നീട് കുടപ്പനക്കുന്ന് വാർഡ് CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടം നടത്തി നേരിയ ഭൂരിപക്ഷത്തിന് CPM സ്ഥാനാർത്ഥി ജയചന്ദ്രൻ ജയിച്ച സ്ഥലമാണ്. അവിടെ കോൺഗ്രസ് മുൻ കൗൺസിലറായ അനിതയെ, അത് വനിതാ വാർഡായിരിക്കുന്നു, അനിതയെയാണ് അവതരിപ്പിക്കുന്നത്. അവിടെയും ഒരു കടുത്ത മത്സരം CPM-ന് കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. വാർഡ് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യമുണ്ട്. ഉള്ളൂർ വാർഡ്, ഉള്ളൂരിൻ്റെ മുൻ കൗൺസിലറായ ജോൺസൺ ജോസഫ് അവിടേക്ക് എത്തുകയാണ്. അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം നടക്കുന്ന ഇടമാണ്. അവിടെയും CPM-ൽ നിന്ന് ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം 60% മുകളിലാണ്.